സുതാര്യമായ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തെല്ലാമാണ് സുതാര്യ മൂല്യങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് പറയുന്നത് നിർമ്മല ഇമ്മാക്കുലേറ്റ്നെസ് പ്യൂരിഫൈസ് ദ മൈൻഡ് ത്രൂ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്റ്റോറേഷൻ. നിർമ്മലത എന്നത് അബദ്ധങ്ങളില്ലാത്ത മനോനിലയാണ്. തെറ്റ് തിരിച്ചറിയുകയും അതിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും യോജിച്ച പരിഹാരം ചെയ്യുകയും മനസാക്ഷിയെ സാക്ഷിയാക്കി കുറ്റബോധത്തിൽ നിന്ന് മോചിതമാകുകയും ചെയ്യുമ്പോൾ മനസ്സ് നിർമ്മലമാകുന്നു. തുടർന്ന് അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നിർമ്മലതയെ നിലനിർത്തുന്നത്. ഇങ്ങനെയാണ് മനോശുദ്ധിയും ആത്മീയ വളർച്ചയും കൈവരിക്കുന്നത്. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം സുതാര്യ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പരിസരവുമായി ഇടപെടുന്നതിന്റെ ആൽഗരിതമാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആത്മീയമാകുന്നതിന്റെ ലക്ഷണം നമ്മൾ പരിസരവുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മൂല്യങ്ങളാണ്. പക്ഷെ ആ മൂല്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് അതില് നിർമ്മലതയുണ്ടെങ്കിൽ മാത്രമാണ് അകവും പുറവും ഏകതാനതയിലാവുക, ഏകധാരയിലാവുക. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ടെത്തുന്നത് നിർമ്മലത എന്നുള്ള ആ ഒരു മൂല്യമാണ്. എന്താണ് നിർമ്മലത എന്ന് വെച്ചാൽ മലമില്ലാത്ത അവസ്ഥ, നിർമലം, മലം ഇല്ലാത്തൊരവസ്ഥ, മനോമണ്ഡലത്തിന്റെ ശുദ്ധാവസ്ഥ, അല്ലെ? മനസ്സ് ശുദ്ധമായിരിക്കുന്ന ഒരവസ്ഥ. ധർമ്മത്തിന്റെ നിർമ്മലമായ പ്രകടനം. നമ്മുടെ ധർമ്മം എന്താണോ അത് അതേപോലെ തന്നെ പ്രകടിപ്പിക്കുന്നു. പട്ടിയോ പൂച്ചയോ ഒക്കെ അതിനെന്താണോ ചെയ്യേണ്ടത് അതങ്ങ് അതേപോലെ ചെയ്യുകയാണ്. നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടി മറ്റൊന്ന് കാണിക്കുന്ന ഒരു അവസ്ഥയില്ല. അത് അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ധാർമ്മികതയുടെ സ്വാഭാവികമായിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഒരു പട്ടി കിടക്കുകയാണെങ്കിൽ അത് തറയിലാണെങ്കിലും ശരി, സിമന്റ് തറയിലാണെങ്കിലും ശരി, ചാക്കിലാണെങ്കിലും ശരി, പുൽത്തൊട്ടിയിലാണെങ്കിലും ശരി, കിടക്കുന്നതിന് മുമ്പ് 5-6 വട്ടം ഒന്ന് ചുറ്റും. കാരണം പട്ടി കിടക്കുന്ന, ജന്മസിദ്ധമായിട്ട് പട്ടിക്ക് കിടക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒതുക്കമില്ലാത്തതായിരിക്കും. അവിടെ ഒന്ന് ചുറ്റി നടന്ന് ഒതുക്കം ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ്യം. അത് സിമന്റ് തറയിലേക്ക് മാറുമ്പോഴും ഈ ധാർമ്മികത വിട്ടുപോകുന്നില്ല. ധാർമ്മികത എന്ന് വെച്ചാൽ എന്താ? ധർമ്മത്തെ നടപ്പിലാക്കുന്ന രീതി, അതാണ് ധാർമ്മികത. ആ ധർമ്മത്തെ നടപ്പിലാക്കുന്ന രീതി, നടപ്പിലാക്കേണ്ടുന്ന രീതി എന്നുള്ളതിൽ മാറ്റം വരുന്നില്ല. അപ്പൊ അതിന്റെ നിർമ്മല പ്രകടനം അവിടെ കാണാനാവും. അപ്പോ അങ്ങനെ വരുമ്പോ ഉള്ളും പുറവും യോജിക്കുന്ന ഒരു ജീവിതമായിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് സത്യത്തിൽ മനഃശാന്തിയുടെ അടിത്തറ. അകവും പുറവും ഒന്നായിരിക്കുമ്പോൾ. അതേപോലെ സമൂഹത്തിൽ പോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിയും തൊഴിയും കിട്ടും. കാരണം എന്താ? സമൂഹം മുഴുവൻ കറപ്റ്റാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം ഉണ്ടാവുക. അപ്പൊ കറപ്റ്റ് ആകാത്ത രീതിയിൽ അകവും പുറവും ഒന്നുപോലെ ആക്കി വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുണ്ടാകുമ്പോഴാണ് സത്യത്തിൽ മനഃശാന്തി നമുക്ക് നിലനിർത്താൻ കഴിയുക. അതാണ് നിർമ്മലത എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പോ നിർമ്മലത എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മൾ അത് പറയുമ്പോൾ മനസ്സിലാണെന്ന് പറഞ്ഞു, അല്ലെ? മനോമണ്ഡലത്തിന്റെ ശുദ്ധാവസ്ഥയാണ് നിർമ്മലത എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിർമ്മലമായിട്ടുള്ള മനസ്സ് എവിടെയാണ് രൂപപ്പെടുന്നത്, അല്ലെ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ധർമ്മങ്ങൾ നിർമ്മലമാകുന്നതിന്റെ നിർമ്മലമാവുക എന്നുള്ളതാണ്. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ചെയ്യേണ്ടതെന്തോ അത് ധർമ്മം. അപ്പൊ നിർമ്മലമായ ധർമ്മങ്ങൾ ഉണ്ടാകുന്നത് ഈ മനസ്സിൽ നിന്നാണ്. ഈ മനസ്സാണ് ഇത് തീരുമാനിക്കുന്നത്, എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ളത്. ധർമ്മം എന്നുള്ളത് ചെയ്യാനുണ്ടാവും. മനസ്സാണ് ഇതിനെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോ ധർമ്മം നിർമ്മലമായി രൂപപ്പെടുത്തുന്നത് ഈ മനസ്സിലാണ്. അവിടെ നമ്മൾ മൂല്യപൂർണമായ പ്രവർത്തനങ്ങളുടെ രൂപത്തിലാണ് ഇത് കാഴ്ചവെക്കുക, വെളിപ്പെടുക, അല്ലെ? അപ്പോ അകത്തു നിന്നും വരുന്ന കാര്യം മനസ്സിൽ ഇട്ട് രൂപഭേദം വരുത്താതെ അതിന് മൂല്യപൂർണമായിട്ടുള്ള രീതിയിൽ നമ്മൾ വെളിപ്പെടുത്തുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ജീവിതാവിഷ്കാരം അവിടെ നടത്താൻ കഴിയും. സത്യസന്ധമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, വിശ്വാസ്യത, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നത്. സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് പോകുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അബദ്ധങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം അകത്തുള്ളതും പുറത്തുള്ളതും ഒന്ന് തന്നെ ആയിരിക്കുന്ന സമയത്ത്, അകത്ത് ധർമ്മവും പുറത്തെ കർമ്മവും ഒന്ന് തന്നെ ആയിരിക്കുന്ന സമയത്ത് അത് പ്രകൃതി നിശ്ചയിച്ചതാണ്. പ്രകൃതി നിർണയിച്ച ഒരു ഫോർമുലയിലാണ് അത് പോകുന്നത്. അപ്പൊ അബദ്ധങ്ങൾ ഉണ്ടാവില്ല, ഒട്ടും ഉണ്ടാകില്ല എന്നല്ല. മനുഷ്യന്റെ ഇടപെടൽ അതിനകത്തുണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്ത് വന്നില്ലെന്നും വന്നു ചേർന്നേക്കാം. എങ്കിലും അബദ്ധങ്ങളുടെ നിരക്ക് കുറവായിരിക്കും. അപ്പോ അബദ്ധങ്ങളുടെ നിരക്ക് എന്ന് പറയുമ്പോ എന്താണ് ഈ അബദ്ധം എന്ന് പറയുന്നത്? അബദ്ധം എന്ന് പറയുമ്പോ
കുറ്റം, കുറവ് എന്ന രീതിയിലൊക്കെ എടുക്കാം. അബദ്ധങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യേണ്ടാത്തത് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് എന്താ ഉണ്ടാവുക? കുറ്റബോധം ഉണ്ടാവും, അല്ലെ? കുറ്റബോധം കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുണ്ടാവും. മതിയായി ചെയ്തില്ല എന്നോ വേണ്ടാത്തത് ചെയ്തു എന്നോ തോന്നുന്ന സമയത്തൊക്കെ തന്നെ ഈ അബദ്ധം പിണഞ്ഞു എന്നുള്ളത്, നമ്മൾ ചമ്മി എന്നൊക്കെ പറയില്ലേ, അബദ്ധം പിണഞ്ഞു, കുറ്റബോധം ഉണ്ടായി എന്നൊക്കെ പറയും. ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ ആ കുറ്റബോധം എന്നുള്ളത് ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്നു, അത് മനസ്സിൽ ഇങ്ങനെ വളരും, അത് ഉപബോധത്തില് ഒരു ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് അങ്ങനെ അങ്ങ് വിട്ടുപോയില്ല. മറ്റേത് കാര്യം, കുറ്റബോധം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പുലിവാല ഉണ്ടാക്കുന്ന സാധനം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനം. കുറ്റബോധം അവിടെ ഉപബോധത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോസുതാര്യത എന്നുള്ളത് പൂർണ്ണമായിട്ട് നഷ്ടമാകും. നമ്മുടെ ശാന്തി ശരിക്കും അങ്ങ് കൈവിട്ടു പോകും. മനോസുതാര്യം എന്ന് വെച്ചാൽ ഈ ഉപബോധമാണല്ലോ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുവിടുന്നതിൽ ഒരു പ്രധാന കണ്ണി. ആ ഉപബോധത്തിലാണ് ഈ സാധനം തടസ്സം ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അകത്തുള്ള ചോദനകളെയും വാസനകളെയും ശീലങ്ങളെയും എല്ലാം അതേപോലെ വെളിപ്പെടുത്താൻ കഴിയും. ശീലമുണ്ട്, നല്ല രീതിയിൽ പെരുമാറിയുള്ള ശീലം, നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുള്ള ശീലമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപബോധം അതിനെ തടസ്സം നിൽക്കുന്നുണ്ട്. ഇത് ശരിയാം വിധം വെളിയിലേക്ക് വരില്ല. ശീലമുണ്ടെങ്കിൽ പോലും, നല്ലപോലെ ഡ്രൈവിംഗ് അറിഞ്ഞാൽ പോലും നേരമണം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ സംസാരിക്കാൻ പറ്റിയാൽ പോലും നേരമണം സംസാരിക്കാൻ പറ്റില്ല. അതിലെല്ലാം തടസ്സം വരും. എത്ര എക്സ്പെർട്ടൈസ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ചുരുക്കം, എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല എന്ന് ചുരുക്കം. ഇതെല്ലാം അങ്ങ് മാറിപ്പോകും. അതാണ് ഈ അബദ്ധങ്ങൾ എന്ന് പറയുന്നത്. അബദ്ധങ്ങളുടെ സ്വാധീനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പുലിവാല്. ആ അബദ്ധങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർമ്മലത ഒഴിവാക്കാൻ ചെയ്യേണ്ടത്. ആദ്യത്തെ പടിയായിട്ട് ഈ അബദ്ധം എന്നുള്ളൊരു സംഭവം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അബദ്ധമാണ് ഇത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നിട്ട് ആ പറ്റിയ അബദ്ധത്തെ നമ്മൾ അംഗീകരിക്കണം. ഇതാണ് പറ്റിയത്, ഇങ്ങനെയാണ് എന്നുള്ളത്. ഈ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന രീതിയിലുള്ള ഒരു പശ്ചാത്താപത്തിലേക്ക് നമ്മൾ ചെല്ലണം. പശ്ചാത്താപം നമ്മളിൽ നിന്ന് ഉദയം കൊള്ളണം. അവിടെ തിരുത്താനുള്ള ഒരു 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 വില്ലിങ്നെസ് നമ്മൾ കാണിക്കണം. നിർമ്മലതയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ജനിക്കുന്ന സമയത്ത് നിർമ്മലമായി, പക്ഷെ അത് പറഞ്ഞിട്ടല്ല, ജീവിതം കൊണ്ട് നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റി, അപ്പൊ നിർമ്മലത പോയി. ആ നിർമ്മലതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനെ അംഗീകരിക്കുക എന്നുള്ളത്. പിന്നെ അവിടെ പശ്ചാത്താപം ഉണ്ടാവുക എന്നുള്ളത്, അതിനെ തിരുത്തുക. പശ്ചാത്താപം ഉണ്ടാവുക എന്ന് വെച്ചാൽ നിർമ്മലതയ്ക്കുള്ള പ്രാഥമിക പരിഹാരമേ ഉള്ളൂ. തിരുത്താൻ, അത് തിരുത്തി പോകുമ്പോഴാണ് ശരിയായ നിർമ്മലതയിലേക്ക് കയറുക എന്നുള്ളത്. ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താ പറയാ, ഈ കുറ്റബോധം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കുറ്റബോധത്തിന്റെ തുറവിയാണ് പശ്ചാത്താപം. പശ്ചാത്താപം നമ്മൾ അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ള കുറ്റബോധം തുറന്നു എന്നാണ്. ഈ ഒരു കുരുവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പഴുപ്പൊക്കെ ഇട്ട് അത് ചേർത്ത് വെക്കില്ലേ, അത് മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ ആ പഴുപ്പ് വെളിയിൽ പോയി. ആ വെളിയിൽ പോകുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ഉറപ്പാണ് വേദനയുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, ദുരിതം ഉണ്ടാവും, ചിലപ്പോൾ 2 പെഗ് അടിക്കാൻ തോന്നിയെന്ന് വരും. അല്ലെങ്കിൽ എന്താ പറയാ, വല്ല മറ്റേ ഡിപ്രഷൻ വന്നിട്ട് വല്ല എന്താണ് ആന്റി ഡിപ്രസന്റ് വല്ലതൊക്കെ കഴിക്കേണ്ടി വന്നു എന്നൊക്കെ വരും. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി എന്ന് വരും, സൈക്കാട്രി ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആരും കിടന്നു എന്ന് വരും. പക്ഷെ ഈ കുറ്റബോധം എന്നുള്ള വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ശുചീകരിക്കാൻ തുടങ്ങും. ഈ പശ്ചാത്താപം എന്ന് പറയുന്നതാണ് മാറ്റത്തിന്റെ ആന്തരിക പ്രചോദനം എന്ന് പറയുന്നത്. നമ്മളെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള ഒരു പ്രചോദനമാണ് പശ്ചാത്താപം. പശ്ചാത്താപം ഉണ്ടാകാത്തൊരു മനസ്സിൽ ചെയ്ത് തെറ്റാണെന്ന് ബോധ്യമായില്ല, ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിൽ ഈ പശ്ചാത്താപം ഉദിക്കുക പോലുമില്ല. അപ്പോ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിഗർ ഉള്ളിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. ഇത് സത്യത്തിൽ എന്തിനാണ് ഈ പശ്ചാത്താപം എന്നുള്ളത് ഉണ്ടാവുന്നത്? ധർമ്മധാരയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോ പശ്ചാത്താപം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, മനസ്സിന്റെ ആ ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് മാത്രം തീരുമോ? ഇല്ല, നമുക്കത് പരിഹാരം വേണം. അതിന് കുമ്പസാരം പറ്റുമെങ്കിൽ ചെയ്യണം. നമ്മൾ എന്ത് തെറ്റാണോ ചെയ്തതിനനുസരിച്ചുള്ളൊരു പരിഹാരം നമ്മൾ മുൻപോട്ട് വയ്ക്കണം. അത് നമുക്ക് ആരോടാണോ, നമുക്ക് അവരോട് തന്നെയോ അല്ലെങ്കിൽ അതിന് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കണം. ഈശ്വരനോടാണെങ്കിൽ അങ്ങനെ, ഈ പള്ളിയിലെ അച്ഛനോടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിനോടാണെങ്കിൽ അങ്ങനെ, ആരോടെങ്കിലും ഒക്കെ ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കണം.
ഉപബോധത്തെ സാക്ഷിയാക്കി കുമ്പസാരിക്കണം. എന്നാലാണ് ആ ഉപബോധത്തെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ടത്. അപ്പോ മനസാക്ഷിയുടെ അംഗീകാരം, ഉപബോധത്തെ ചേർത്തുകൊണ്ട് എനിക്കങ്ങനെ പറ്റി, തെറ്റാണ് പറ്റിയത്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഈ ധർമ്മലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോ ഈ വിധത്തില് നമ്മൾ കുറ്റബോധത്തിൽ നിന്നും വിമുക്തമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മലത എന്നുള്ളത് കൈവരികയുള്ളൂ. അബദ്ധവിമുക്തമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. അപ്പൊ കുറ്റബോധത്തിൽ നിന്നും മോചനം ഉണ്ടാവണം. അപ്പോ മനോസുതാര്യത ഇങ്ങനെ പതുക്കെ 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 വളർന്നു വരും. അപ്പോ ആന്തരിക സമാധാനം എന്നുള്ളത് നമുക്ക് അനുഭവമാകും. ആ അനുഭവമാകുന്ന അവസ്ഥയിലാണ് നമുക്ക് നമ്മളുടെ ഓരോ തരം എക്സ്പ്രഷൻസ് വെളിയിലേക്ക് വരിക. നമ്മൾ ശരിക്കും ആത്മീയമായി എന്നോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി എന്നോ നമ്മൾ ബന്ധുവായി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നത് അത് സ്ഥിരമായ ഒരു ഒഴുക്കായിരിക്കും, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല. കുറ്റവിമുക്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ, മനോസുതാര്യത ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ, ഉള്ളിൽ ഇന്നർ പീസ് എന്നുള്ളത് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൂല്യങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ഈ നിർമ്മലത തുടരണമെങ്കിൽ വീണ്ടും അബദ്ധങ്ങൾ വരാതെ സൂക്ഷിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം. അബദ്ധങ്ങൾ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഇതാണെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അബദ്ധങ്ങൾ ഉണ്ടാകാതെ നോക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. അപ്പൊ എന്താണ് ഉണ്ടാവേണ്ടത്? ജാഗ്രതയിലായിരിക്കണം. നിർമ്മലത മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ജാഗ്രതയിലായിരിക്കണം. ജാഗ്രത എന്ന് വെച്ചാൽ ജഡ്ജ്മെന്റിന്റെ ഇടമായിട്ട് നമ്മൾ മാറ്റരുത്. അതുകൂടെ ഉണ്ട്. നമ്മുടെ തീരുമാനങ്ങളെല്ലാം ജാഗ്രതയിലായിരിക്കണം. നമ്മുടെ ധർമ്മം പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ച നിലപാടുണ്ടായിരിക്കും. അപ്പോൾ നിരന്തരമായിട്ടുള്ള ആത്മപരിശോധന വേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ആ നിർമ്മലത എന്നുള്ളത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഈ ഒളിമ്പസ് പറയുന്ന ആ ഒരു നിർമ്മലത എന്ന് പറയുന്നത്, നമ്മൾ ധർമ്മത്തെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ മനസ്സ് നിർമ്മലമായിരിക്കും. നിർമ്മലതയാണ് മനോസുതാര്യത സൃഷ്ടിക്കുന്നത്. മനോസുതാര്യത സ്വാഭാവികമായിട്ടും ബന്ധങ്ങളെ ശുദ്ധമായി സൂക്ഷിക്കും. ശുദ്ധമായ ബന്ധങ്ങൾ സാമൂഹികമായിട്ടുള്ള സമാധാനം വളർത്തുമല്ലോ, നമുക്കറിയാം. അപ്പോ നിർമ്മലത എന്നുള്ളതാണ് ആത്മീയ വളർച്ചയുടെ ആദ്യ പടി എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ സാമാന്യീകൃത ആത്മീയതയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തിയുടെ ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ആധ്യാത്മികമായ വളർച്ചയെക്കുറിച്ചല്ല. ആത്മീയമായ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിർമ്മലതയാണ്. ഞാൻ അവിടെ ഒരു കാര്യം ചേർത്ത് പറയാം. ആധ്യാത്മിക സമ്പ്രദായങ്ങളിലൂടെ പോകുന്നവരുടെ ഉള്ളില് നിർമ്മലത, സ്വീകാര്യതയില്ലായ്ക നമ്മൾ കണ്ടിട്ടില്ലേ? ഇത് നിർമ്മലമാണോ എന്നുള്ളത് ആലോചിക്കുക. ആധ്യാത്മികതയുടെ പാതയിൽ പോകുന്ന പലർക്കും ആത്മീയ വളർച്ച ഉണ്ടാകാറില്ല എന്നത് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഒന്നാണെന്ന് ധരിക്കുന്നവർ ഇതൊന്ന് തിരുത്തി മനസ്സിലാക്കണം. നിർമ്മലത അവിടെ നഷ്ടമാകുന്നു എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ആത്മീയ വളർച്ച, മൂല്യത്തിന്റെ വളർച്ച, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ഇഴചേരലിന്റെ ആ ഒരു പാരസ്പര്യത്തിന്റെ അതിന്റെ തുടർവിന്റെ വളർച്ച എന്ന് പറയുന്നത് നിർമ്മലതയിലാണ് തുടങ്ങുന്നത്. നിർമ്മലത നിലനിന്നാൽ മാത്രമേ ആത്മീയത നിലനിൽക്കുകയുള്ളൂ. ആ നിർമ്മലത എന്ന് പറയുന്നത് ബയസിങ്ങിന്റെ പുറത്തോ ജഡ്ജ്മെന്റിന്റെ പുറത്തോ പ്രൈഡിന്റെ പുറത്തോ ഒക്കെ ഉണ്ടായാലും നഷ്ടമാകും. നിർമ്മലത നിലനിൽക്കില്ല. നമ്മൾ ഇതെല്ലാം ഊരിക്കളയാൻ എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നമുക്ക് ട്രാൻസ്പാരന്റ് ആയി ഇമാക്കുലേറ്റ് ആയിട്ട് നമ്മൾ മാറും. ആ നിർമ്മലതയിലേക്ക് വന്നെത്താൻ നിങ്ങൾക്കും ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ഇതുപോലെയുള്ള ട്രാൻസ്പെറന്റ് വാല്യൂസിനെ കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.